നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ഇന്ന് നമ്മൾ കന്നി മാസത്തെ 1200 ആണ്ട് കന്നി മാസത്തെ 27 നക്ഷത്രക്കാരുടെയും ജന്മരാശിയുടെ ഫലമാണ് പറയുന്നത്. 27 നക്ഷത്രക്കാർക്കും ഈ കന്നിമാസത്തിൽ എന്തൊക്കെ നന്മകളുണ്ടാകും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടാവും, എങ്ങനെ അതിനെയൊക്കെ അതിജീവിക്കാം എന്നുള്ള കാര്യങ്ങൾ, പൊതുവായ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കന്നിമാസം 1-ാം തീയതി എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ 17-ാം തീയതിയാണ് കന്നിമാസം ആരംഭിക്കുന്നത്. ഒക്ടോബർ 16-ാം തീയതിയാണ് കന്നിമാസം അവസാനിക്കുന്നത്. അപ്പോൾ കന്നി 31 വരെയുള്ള സമയം നമ്മൾ ഒരു മാസത്തെക്കാലം സൂര്യൻ നിൽക്കുന്നത് കന്നിരാശിയിലാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ തന്നെ കന്നിമാസം എന്ന് പറയുമ്പോൾ കന്നി രാശിയിൽ സൂര്യൻ നിൽക്കുന്നു. പിന്നെ സൂര്യൻ കഴിഞ്ഞാൽ ചന്ദ്രൻ കുംഭം രാശിയിലാണ്. അതായത് 17-ാം തീയതി ഉദയത്തിൽ നമ്മൾ ചതയം നക്ഷത്രത്തിലാണ് ഉദയം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുംഭം രാശിയിലാണ് ചന്ദ്രൻ. പിന്നീട് മീനൻ രാശി തുടങ്ങി അവസാനിക്കുന്നത് വീണ്ടും ഒരു ചുറ്റിയതിന് ശേഷം 12 രാശികളിലും സഞ്ചരിച്ചതിന് ശേഷം വീണ്ടും മീനം രാശിയിൽ തന്നെ ചന്ദ്രൻ രാവിൻ്റെ സഞ്ചാരഭ്രമം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. കന്നിമാസത്തിൽ കന്നിയിൽ സൂര്യൻ, ചന്ദ്രൻ കുംഭത്തിൽ തുടങ്ങി കുംഭം മീനം മേടം എന്നിങ്ങനെ ചുറ്റി 12 രാശികളിലൂടെ കടന്ന് വീണ്ടും മീനൻ രാശിയിൽ വരുമ്പോൾ കന്നിമാസം അവസാനിക്കുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ ഫലങ്ങൾ, ചന്ദ്രൻ്റെ സ്ഥാനം അങ്ങനെ തന്നെയാണ്. അപ്പം സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ചൊവ്വ മിഥുനൻ രാശിയിലും മറ്റ് രാശി മിഥുനത്തിൽ നിന്നും മറിഞ്ഞും വരും. കാരണം മിഥുനൻ രാശിയിലായിട്ട് ഈ ചൊവ്വ, ബുധൻ, ശുക്രൻ ഇവയൊക്കെ കുറച്ച് സമയം മാത്രം, അതായത് ഒരു മാസം 45 ദിവസം അങ്ങനെ വക്രത്തിലൊക്കെ ആയിട്ട് വളരെ കുറഞ്ഞ സഞ്ചാരപഥമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പൊതുഫലങ്ങൾ പറയുമ്പോൾ സൂര്യനെക്കുറിച്ച് പറയും, പിന്നെ നമ്മൾ വ്യാഴത്തെക്കുറിച്ചും ശനിയെക്കുറിച്ചും ഈ 3 ഗ്രഹങ്ങളുടെ ശുഭാശുഭത്വങ്ങൾ നോക്കിയാണ് പൊതുഫലങ്ങൾ പറയുന്നത്. അപ്പോൾ സൂര്യൻ കന്നിമാസത്തിലാണ്, ചന്ദ്രൻ്റെ പറഞ്ഞു. പിന്നെ ചൊവ്വ ഇപ്പോൾ മിഥുനൻ രാശിയിലാണ്, അത് മാറുന്നുണ്ട്. പിന്നെ ചൊവ്വ കഴിഞ്ഞാൽ ബുധൻ ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ ബുധനാണ്. ഇപ്പോൾ സൂര്യരാശിയിലാണ്, ചിങ്ങൻ രാശിയിലാണ്. അവിടുന്ന് അത് മാറുന്നു, കന്നിയിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ കഴിഞ്ഞാൽ ഗുരുവാണ്. ഗുരുവിന് മാറ്റം വരുന്നത് 2024-25 ഏപ്രിൽ ആകുമ്പോഴേക്കുമാണ്. അപ്പോൾ അതുവരെ ഇപ്പോൾ നിൽക്കുന്നത് ഇടവം രാശിയിലാണ്. അത് വക്രത്തിലേക്ക് പോകും, പക്ഷെ അത് നമ്മൾ ഗോചരവശാൽ അത് കാണുന്നില്ല. ഇടവൻ രാശിയിൽ തന്നെയാണ് ഗുരുവിൻ്റെ സ്ഥാനമായി കാണുന്നത്. അപ്പോൾ ഇടവത്തിൽ നിൽക്കുന്ന ഗുരുവിനെയും കന്നിയിൽ നിൽക്കുന്ന സൂര്യനെയും പിന്നെ കുംഭത്തിൽ നിൽക്കുന്ന ശനിയെയും ആശ്രയിച്ചാണ്. ശനി 29/3/2025 വരെ കുംഭൻ രാശിയിൽ തന്നെയാണ്. അപ്പോൾ ഈ 3 ഗ്രഹങ്ങളുടെയും സ്ഥാനം നോക്കിയാണ് നമ്മൾ 27 നക്ഷത്രക്കാരുടെ, അതായത് 12 കൂറുകാരുടെയും പൊതുഫലങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആദ്യമായി 1200 ആണ്ട് കന്നിമാസം മേടം രാശിക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊന്ന് നമുക്ക് നോക്കാം. അവരുടെ രാശിയാധിപനായ ചൊവ്വ മിഥുനത്തിലുണ്ട്, പിന്നീട് അത് കർക്കിടകത്തിലേക്ക് നീചഭാവത്തിലേക്ക് പോകും. എന്നിരുന്നാൽ പോലും 2-ാം ഭാവത്തിൽ ഗുരു ഉള്ളത് കൊണ്ട് ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല തീർപ്പ് ഉണ്ടാവും. അനുകൂലമായ കുറേ നന്മകൾ വന്നു ചേരാം. ചാരവശാൽ ഗുരു വക്രത്തിലേക്ക് പോരുമ്പോഴും മേടൻ രാശിയിൽ തന്നെ വരുന്നതുകൊണ്ട് അപ്പോഴും മേടൻ രാശിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. വളരെ നാളത്തെ കഷ്ടപ്പാടുകൾക്കൊക്കെ ശേഷം ഒരു സാമ്പത്തിക ഭദ്രത, അവരാഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രകൾ, കുടുംബവുമായി ഒത്തുചേരൽ, കൃഷിയിൽ നിന്നുള്ള വരുമാനം, സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെടലൊക്കെ നടക്കുന്ന ഒരു നല്ല കാലമാണ് ഇവർക്ക്. ഇവരുടെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി കുറച്ചുകൂടി എല്ലാം നല്ല ഫലങ്ങളും വന്നു ചേരും.
അപ്പോൾ തീർച്ചയായിട്ടും രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുകയും കഴിയുമെങ്കിൽ ചെമ്പവിഴം ധരിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദമാണ് മേടം രാശിക്കാരൻ. ഇനി നമുക്ക് ഇടവം രാശിയെക്കുറിച്ച് പറയാം. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രമാണ്. ഇവരുടെ രാശിയിൽ തന്നെ, ഇടവൻ രാശിയിൽ തന്നെ ഗുരു നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരുവിധം നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രത, ആഗ്രഹിക്കുന്ന രീതിയിൽ യാത്ര പോകാനുള്ളൊരവസരം, കുടുംബ സമാധാനം ഒക്കെ കിട്ടുമെങ്കിലും കർമ്മസ്ഥാനത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ, പ്രൊമോഷനൊക്കെ വന്നു ചേരുമെന്നുണ്ടെങ്കിലും ഉത്തരവാദിത്വം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അലച്ചിലും ഉണ്ടാകുമെങ്കിലും രാശിനാഥനായ മഹാലക്ഷ്മിയെയും രാശിയിൽ തന്നെ നിൽക്കുന്ന മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി ഗുണഫലങ്ങൾ അധികരിക്കും. വജ്രം ധരിക്കുന്നത്, മുത്ത് ധരിക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. ഡയമണ്ട് ധരിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും. രാശിനാഥൻ്റെ രത്നം എന്ന് പറയുന്നത് ഡയമണ്ടാണ്. ഡയമണ്ട് ധരിക്കുന്നത് ഇവരുടെ കാര്യങ്ങൾക്കെല്ലാം തിളക്കം കൂട്ടും. കർമ്മരംഗത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ല ഐക്യവും സന്തോഷവും സമാധാനവും രോഗങ്ങളിൽ നിന്നുള്ള രക്ഷയുമൊക്കെ നേടുന്നതിന് വജ്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. ആത്മീയ യാത്രകൾ നടത്തുക, ദാനങ്ങൾ ചെയ്യുക. ദാനം എന്ത് തരത്തിലുള്ള അന്നദാനമായിക്കോട്ടെ, വസ്ത്രദാനമായിക്കോട്ടെ, ഒരു കുട്ടിയെ പഠിക്കാൻ സഹായിക്കുന്നത്, അതൊക്കെ ദാനങ്ങളാണ്. ദാനങ്ങൾ ഇവർക്ക് വരുന്ന കഷ്ടതകൾ, കുടുംബത്തിൽ വരുന്ന കഷ്ടതകളൊക്കെ മാറുന്നതിന് സഹായകമാകും. ഇനി അടുത്തത് നമ്മൾക്ക് മകയിരത്തിൻ്റെ അവസാന പാതിയും തിരുവാതിരയും പുണർദവും ചേർന്ന് വരുന്ന, പുണർദത്തിൻ്റെ ആദ്യ 3 പാദവും ചേർന്ന് വരുന്ന 2.25 നക്ഷത്രം വരുന്ന മിഥുനൻ രാശിക്കാർക്ക് അവരുടെ രാശിനാഥൻ അനുകൂല ഭാവത്തിലൊക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും വ്യാഴം 12-ൽ നിൽക്കുന്നുണ്ട്. അതായത് ഗുരു 12-ൽ നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് സാമ്പത്തികമായി കുറച്ച് വരവിനേക്കാൾ ചിലവ് കൂടുതലായി അനുഭവപ്പെടാം. എന്നിരുന്നാൽ പോലും ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രത്തിലേക്കുള്ള മാറ്റം കുറച്ച് ഗുണഫലങ്ങൾ നൽകും. ബുധനും ഇഷ്ടസ്ഥാനത്തേക്ക് മാറുന്നതുകൊണ്ട് കന്നിരാശിയിൽ സ്വന്തം രാശിയിലേക്ക്, ഉച്ചരാശിയിലേക്ക് വരുന്നതുകൊണ്ട് മാസം അവസാനമാകുമ്പോഴേക്കും കുറേ നന്മകൾ വന്നു ചേരും. എന്തായാലും രാശിനാഥനായ ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ മൂകാംബിക ദേവിക്ക് ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന നടത്തുക, അല്ലെങ്കിൽ ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുക, രാജഗോപാല മന്ത്രം ജപിക്കുക, വിദ്യാഗോപാല മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ വ്യാഴത്തിൻ്റെതായ കഷ്ടതകളൊക്കെ മാറി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടും. പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ആരെങ്കിലും ഇവരെ സഹായിക്കുവാനെത്തും. അങ്ങനെ നന്മകൾ അനുഭവിക്കുന്നതിന് യോഗം കാണുന്നു. അടുത്തത് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരുടെ രാശിനാഥൻ ചന്ദ്രനാണ്. ചന്ദ്രൻ അമാവാസിക്ക് ബലം കുറവാണെങ്കിൽ തന്നെയും ചന്ദ്രനെ പ്രാർത്ഥിക്കുമ്പോൾ, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. അപ്പോൾ തീർച്ചയായിട്ടും മുത്ത് ധരിക്കുന്നത്, നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത്, പൗർണമി നാളിൽ അർച്ചനകൾ ചെയ്യുന്നത്, വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതൽ ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കും. മുത്താണ് ഇവരുടെ രത്നം. തിങ്കളാഴ്ചകളിൽ നല്ല വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുന്നതൊക്കെ ദാമ്പത്യപരമായ പ്രശ്നങ്ങളൊക്കെ മാറി, അതുപോലെ തന്നെ പ്രണയ നൈരാശ്യമൊക്കെ ഉണ്ടെങ്കിൽ ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാ നന്മകൾക്കും കാരണമാകും. കഷ്ടതകളെല്ലാം മാറി സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും. 11-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട്
കൂടുതൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു തരാനായിട്ട് കഴിയും. അതുകൊണ്ട് ആഗ്രഹിക്കുക, ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഗുരുവിൻ്റെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അഷ്ടമത്തിൽ ശനി ആയതുകൊണ്ട് തൊട്ടതെല്ലാം കഷ്ടത്തിലെന്ന് പറയും. ആരോഗ്യപരമായി കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ കഴിയുന്നതും വെള്ളം എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് വെള്ളത്തിൽ ഒഴുക്കിക്കളയുക. ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ നീല വസ്ത്രം ധരിക്കുക. ശനിയാഴ്ച പറ്റുമെങ്കിൽ ഉപവാസം എടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അടുത്തത് ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം. ഇവരുടെ രാശിനാഥൻ സൂര്യനാണ്. രാശിനാഥൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികം വരുമെങ്കിലും അത് നിലനിന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുധൻ കന്നിരാശിയിലേക്ക് വരുന്നത് കുറച്ച് നല്ലതാണെങ്കിൽ പോലും കന്നിരാശിയിൽ ബുധനും സൂര്യനും കൂടി വരുമ്പോൾ ബുധന് കുറച്ച് മൗഢ്യമുണ്ടാകാം, ഉച്ചസ്ഥനായ ബുധനാണെങ്കിൽ പോലും. അപ്പം നൈപുണ്യമുണ്ടാകാൻ, ധനസമ്പാദനത്തിനുള്ള വഴികൾ തെളിച്ചു വരും. കഴിയുന്നതും വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. 2ൽ നിൽക്കുന്ന കേതു വാഗ്ദോഷങ്ങൾ വരുത്താം. എത്ര അറിയുന്ന കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ പലതരത്തിലുള്ള വാക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതായി തോന്നാം. നമ്മൾ വാക്ക് തെറ്റിച്ച് പറഞ്ഞതായിട്ട് വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് വളരെ അളന്ന് തൂക്കി ചിട്ടപ്പെടുത്തി വേണം സംസാരിക്കാൻ. എത്ര പ്രിയപ്പെട്ടവരും വാഗ്ദോഷം കൊണ്ട് അകന്നു പോകുവാനുള്ള സാഹചര്യമുണ്ടാവും. പണം മേടിച്ചവരുടെ പണം കടം വാങ്ങുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി കടം വാങ്ങിയിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ശത്രുതയും അനുഭവപ്പെടാം. അപ്പോൾ കഴിയുന്നതും ഈ ചിങ്ങൻ രാശിക്കാർ അവരുടെ 7ൽ ശനി, അതായത് 7ലെ ശനി കണ്ടകശനിയാണ്. അപ്പോൾ കണ്ടകശനിയാണ്, 10ലെ വ്യാഴം അലച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുന്നതും രാശിനാഥനായ സൂര്യഭഗവാനെ നിത്യം പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. കഴിയുന്നതും സൂര്യഭഗവാനെ വിചാരിച്ചുകൊണ്ട് ചുവന്ന വസ്ത്രങ്ങൾ, അരുണമ വർണ്ണമുള്ള വസ്ത്രങ്ങൾ, ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സൂര്യഭഗവാനെ ഞായറാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നത് ഗുണഫലം ചെയ്യും. കഴിയുന്നതും മാണിക്യം ധരിക്കുന്നതും നന്നായിരിക്കും. മാണിക്യം സൂര്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട രത്നമാണ്. അപ്പോൾ മാണിക്യം ധരിച്ചുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ചിങ്ങൻ രാശിക്കാർക്ക് സാധിക്കട്ടെ. ഇനി അടുത്തത് കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാന 3 പാദവും, അതായത് ഉത്രത്തിൻ്റെ അവസാന 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യപാദിയും ചേരുന്ന 2.25 നക്ഷത്രം. സൂര്യൻ രാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് എല്ലാത്തിനും ഒരു ഉണർവും ഉന്മേഷവും തരും. കേതു കുറേ കാലങ്ങളായിട്ട് കേതു രാശിയിൽ തന്നെ നിൽക്കുകയാണ്. അതിനിയും കുറച്ച് കാലം കൂടി തുടരും. അപ്പോൾ ശിരസിൽ കേതു നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സമുണ്ടെങ്കിൽ ഇപ്പോൾ സൂര്യൻ വന്നതോടുകൂടി ഒരു തലയെടുപ്പും ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ വരും. രാശിനാഥനായ ബുധൻ 12ലായിരുന്നത് ഇപ്പോൾ സ്വന്തം രാശിയിലേക്ക് വരും ഈ കന്നിമാസത്തിൽ. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. 2ാം ഭാവത്തിലെ ശുക്രൻ നീചമായി രാശി തന്നെയായിരുന്നു, അത് 2ാം ഭാവത്തിലേക്ക് വരുന്നു. അങ്ങനെ പൊതുവെ വിഷമം അനുഭവിച്ചിരുന്ന കന്നിരാശിക്കാർക്ക് ഒരു നല്ല അനുഭവം ചേരുന്ന സമയമാണ്. വ്യാഴം 9ാം ഭാവത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങളാൽ നിൽക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും. വിദേശത്ത് പോകുവാൻ തയ്യാറാകുക, അതിനായി ശ്രമിക്കുന്നവർക്ക് അവരുടെ പേപ്പർ വർക്കുകളൊക്കെ നന്നായി നടക്കും. അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു മാർഗം തെളിഞ്ഞു കിട്ടും. അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങളും പരീക്ഷകളിൽ വിജയവും കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ അനുകൂലവും മാത്രവുമല്ല നവരാത്രി കാലമായതുകൊണ്ട് ഒരുപാട് നന്മകൾ വന്നു ചേരുന്ന ഒരു കാലമാണ് കന്നിരാശിക്കാർക്ക്. കന്നിരാശിക്കാരുടെ രാശിനാഥൻ ബുധനായതുകൊണ്ട് മരതകരത്നം, കന്നിരാശിക്കാരും മിഥുനൻ രാശിക്കാരും മരതകരത്നം ധരിക്കുന്നത് വളരെ നല്ലതാണ്. മരതകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എമറാൾഡ് വലത്തെ ചെറുവിരലിൽ പുരുഷന്മാരും ഇടത്തെ ചെറുവിരൽ
സ്ത്രീകളും മരതകരത്നം ധരിക്കുന്നത് നല്ലതാണ്. ലോക്കറ്റായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക. മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലം ചെയ്യും. ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ബുധനാഴ്ചകളിൽ മൂകാംബിക ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും. ഇനി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന രണ്ട് പാദങ്ങളും അല്ലെങ്കിൽ അവസാന പാദവും പിന്നെയോ വിശാഖത്തിൻ്റെ 3/4 ഭാഗവും ചോതിയും ചേരുന്ന 2.25 നക്ഷത്രം. ചിത്തിരയുടെ അന്ത്യപാദങ്ങൾ ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ ചേരുന്ന 2.25 നക്ഷത്രം വരുന്ന തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥൻ ശുക്രനാണ്. കന്നിയിൽ നീചമായി നിന്നിരുന്നു 12ാം ഭാവത്തിൽ, അതിപ്പോൾ സ്വന്തം രാശിയിലേക്ക് വരുന്നു. അവസാനിക്കാറാകുമ്പോഴേക്കും 2ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല സ്ഥായിയായ മാറ്റങ്ങളുടെ സമയമാണ്. നന്മകൾ വന്നു ചേരാനുള്ള ധാരാളം വഴികൾ ഇവർക്കുണ്ട്. വ്യാഴം 8-ലുള്ളത് ഉള്ള വീടിൻ്റെ കേടുപാടുകളൊക്കെ തീർത്തുകൊണ്ട് പുതിയ വീടിനൊക്കെയുള്ള വഴികൾ നോക്കും. അതുപോലെ തന്നെ വീടൊന്ന് മാറാൻ ശ്രമിക്കും. കുടുംബത്തിൽ ഒരുവിധം സമാധാനം വന്നു ചേരുന്നതാണ്. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നാഗദേവതകൾക്കും വഴിപാടൊക്കെ കഴിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണഫലം ചെയ്യും. ആവശ്യിക്കുന്ന രീതിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ, ക്ഷേത്ര നിർമ്മാണം, മുടങ്ങിക്കിടക്കുന്ന ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ, കലകളുടെയൊക്കെ ആരംഭമൊക്കെ ഈ കാലത്ത് നടക്കും. വിദ്യയൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പുനരെടുക്കുന്നതിനുള്ള ഒരവസരമാണ്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും തുടങ്ങുന്നതിന് ഈ രാശിക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും രാശിനാഥനായ ശുക്രൻ്റെ രത്നമായ വജ്രം ധരിക്കുന്നത് നല്ലതാണ്. ശുക്രൻ മഹാലക്ഷ്മിയുടെ ലോക്കറ്റ് ധരിച്ചാലും മതി. രത്നങ്ങൾ ധരിച്ചില്ലെങ്കിലും മഹാലക്ഷ്മിയുടെ ലോക്കറ്റ് ധരിക്കുന്നത്, ചോറ്റാനിക്കരയുടെ ലോക്കറ്റ് ധരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. വെള്ളിയുടെ ലോക്കറ്റ് ഏറ്റവും ഉത്തമമാണ്. ശുക്രന് സ്വർണത്തേക്കാൾ മൂല്യം കൊടുക്കുന്നത് വെള്ളിയിലാണ്. അപ്പോൾ വെള്ളിയിൽ ഡയമണ്ട് കെട്ടിയിടുന്നത്, വെള്ളി മോതിരം ധരിക്കുന്നത്, വെള്ളി മാല ധരിക്കുന്നതൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. നെയ്വിളക്ക് കത്തിച്ചു വെച്ച വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും രാത്രികാലങ്ങളിൽ അമ്മയെ പ്രാർത്ഥിക്കുന്നത്, അമ്മയ്ക്ക് അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അന്ത്യപാദവും അനിഴവും തൃക്കേട്ടയും വരുന്ന 2.25 നക്ഷത്രം. രാശിനാഥൻ ചൊവ്വയാണ്. ചൊവ്വ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക്, നീചരാശിയിലേക്ക് വരുമ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. യാത്രകളിൽ ചില ദുർഘടങ്ങൾ വരാം. കേസ് വരാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. വണ്ടി അപകടങ്ങൾ, അനാവശ്യ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരും. കഴിയുന്നതും മസൂർ ദാൽ കൊണ്ട് തലയ്ക്കൊഴിഞ്ഞ് അത് കിളികൾക്ക് കൊടുക്കുക. ചുവന്ന പട്ടും നാണയം ഭദ്രകാളി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. മുരുകന് പഞ്ചാമൃതം അല്ലെങ്കിൽ പനിനീര് അഭിഷേകം കഴിക്കുക. തീർച്ചയായിട്ടും ഭഗവതിയുടെയും മുരുകൻ്റെയും അനുഗ്രഹവും കിട്ടണം. പിന്നെ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുമ്പോൾ നല്ല ഫലങ്ങൾ വരും. കേസ് വഴക്കുകളൊക്കെ ഒഴിവായി സ്വസ്ഥതയും സമാധാനവും കിട്ടുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇവർ ചെമ്പവിഴം ധരിക്കുന്നത് വളരെ നല്ലതാണ്. ചൊവ്വാഴ്ചകൾ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ചുവന്ന വസ്ത്രങ്ങൾ പട്ടൊക്കെ ഉപയോഗിച്ച് ഇരുന്നു കൊണ്ട് അമ്മയുടെ മൂലമന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം ഈ 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുരു 6-ൽ നിൽക്കുന്നുണ്ട്. കുറച്ച് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചാരവശാൽ 5ാം ഭാവത്തിലേക്ക് മാറുന്നത് ഒരു നല്ല ഇതാണ്. പക്ഷേ ഗോചരമല്ലെങ്കിലും കുറച്ച് നന്മകൾ അനുഭവിക്കാൻ പറ്റും. രാശിനാഥനായ ഗുരു 6ാം ഭാവത്തിൽ നിന്ന് 5ാം ഭാവത്തിലേക്ക് മാറുന്നു. വക്രത്തിലേക്ക് പോകുമ്പോൾ കുറേ നന്മകൾ വന്നു ചേരും. 3ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വളരെ നന്മകൾ നൽകുന്നതാണ്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതും ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ, ഗുരുവായൂരൊക്കെ പോവുക, ക്ഷേത്ര ദർശനം നടത്തുക, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കളികളിലൊക്കെ താല്പര്യം കാണിച്ചുകൊണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും.
ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാന 3 പാദങ്ങളും തിരുവോണവും ഉത്രാവിട്ടത്തിൻ്റെ ആദ്യ 2 പാതി ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല, കാരണം മകരം രാശിക്കാർക്ക് വ്യാഴം 5-ലാണ്, എല്ലാ അനുഭവങ്ങളുമുണ്ട്. 2-ലെ ശനി അല്പസ്വല്പം മടിയൊക്കെ തരുമെന്നുണ്ടെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാകുന്ന, കുറച്ച് അനുഗ്രഹം തരുന്ന, അമ്മയുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു നല്ല മാസമായി തീരും. തീർച്ചയായിട്ടും മകരം രാശിക്കാർക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട്. അതിനൊക്കെ അവർ ശ്രമിക്കുക. ഏറ്റവും നല്ല നവരാത്രി കാലം ഏറ്റവും നല്ലതായി തീരട്ടെ. നല്ല അനുഭവങ്ങൾ ധാരാളം ഉണ്ടായി ഒരുപാട് നന്മകൾ വന്നു ചേരാൻ സാധിക്കട്ടെ. രാശിനാഥനായ ശനീശ്വരൻ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഫലം ഒന്നിനൊന്ന് കൂടിയിരിക്കും. ഏറ്റവും നല്ല ഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ ധനലാഭമാണ്. മകരം രാശിയുടെ നക്ഷത്രങ്ങൾ, മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാന പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പാതിയും ചേരുന്ന മകരം രാശിക്കാർക്ക് അപ്രതീക്ഷിത ധനഭാഗ്യങ്ങളും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റങ്ങളും സന്താനങ്ങളുമൊക്കെ ഒത്ത് ഒരുമിച്ചൊരു ദീർഘകാലത്തിന് ശേഷം എല്ലാവരും ഒത്തുചേർന്ന് കുടുംബസംഗമമൊക്കെ ഉണ്ടാകുന്ന ഒരു പുണ്യ സമയമായിരിക്കും ഇത്. മകരം രാശിക്കാരുടെ രത്നം ഇന്ദ്രനീലമാണ്. രാശിനാഥനായ ശനീശ്വരന് വേണ്ടി ഇന്ദ്രനീലം ധരിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളിയിൽ കെട്ടിച്ച മോതിരം ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ആ ശനിയുടെ ദോഷങ്ങളൊക്കെ മാറി ശനിയെ അനുകൂല ഭാഗത്തിലാക്കുന്നതിന് ഇന്ദ്രനീലം ധരിക്കുന്നത് നല്ലതാണ്. ഇനി കുംഭം രാശി എന്ന് പറയുമ്പോൾ കുംഭൻ രാശിക്കാരുടെ രാശിനാഥൻ ശനി തന്നെയാണ്. ഇവർക്കും ഇന്ദ്രനീലം വളരെ നല്ലതാണ്. അവിട്ടത്തിൻ്റെ അവസാന പാതിയും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ 3 പാദങ്ങളും ചേരുന്ന കുംഭൻ രാശിക്കാർക്ക് ജന്മത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ശിരസിൽ എന്തോ എപ്പോഴും ഒരു തലവേദന പോലെ ടെൻഷനൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പ്രഷറൊക്കെ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എപ്പോഴും യാത്രകൾ കുറച്ച് ദൂരം നടക്കുന്നത് ഒക്കെ വളരെ നല്ലതാണ്. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി എന്തെങ്കിലും കാര്യത്തിൽ കൃത്യമായി ഏർപ്പെടുകയും അതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി വായിച്ച് വിവരശേഖരണമൊക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന രാശിയാണ് കുംഭൻ രാശി. രാശിയിൽ നിൽക്കുന്ന ശനി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ പോലും 4-ാമിടത്ത് നിൽക്കുന്ന വ്യാഴം കുടുംബത്തിന് ശ്രേയസ്സും അന്തസ്സും ഒക്കെ വരുത്തി തീർക്കും. എല്ലാ നന്മകളും വരുത്തി തീർക്കാൻ ഈ കുംഭൻ രാശിക്കാർക്ക് കഴിയും. അവർ രാശിനാഥനായ ശനിയെ, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത്, ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. പറശ്ശിനിക്കടവ് മുത്തപ്പനെ പോയി ദർശനം നടത്തി അവിടെ തന്നെ, മുത്തപ്പൻ്റെ ക്ഷേത്രങ്ങൾ പല സ്ഥലത്തുണ്ട്. ശൈവ വൈഷ്ണവ സങ്കല്പമായ മുത്തപ്പനെ കണ്ട് യഥാശക്തി വഴിപാട് കഴിക്കുന്നതും അനുഗ്രഹം വായിക്കുന്നതുമൊക്കെ ഇവർക്ക് കൂടുതൽ ഒരു കരുത്തും ഉന്മേഷവും നൽകും. മനസ്സിനാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാധിച്ചെടുക്കുന്നതിനും സാധിക്കും. ഇനി മീനം രാശി എന്ന് പറയുമ്പോൾ മീനൻ രാശി പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന 2.25 നക്ഷത്രം വരുന്ന ഈ മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ ശിരസിൽ രാഹു നിൽക്കുന്നു. 7-ൽ മാർഗതടസ്സമായി കേതുവും ഇപ്പോൾ സൂര്യനും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ബുധൻ വരുന്നു എന്നുള്ളതൊരു സന്തോഷം തന്നെയാണ്. പക്ഷേ സൂര്യനും കേതുവും പലപ്പോഴും പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കും. സൂര്യൻ വരുന്നതിന് മുമ്പ് തന്നെ കേതു ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അപ്പോൾ ബുധൻ മറവിലായിരുന്നു. ഇപ്പോൾ ബുധൻ രാശിയിലേക്ക് വരാനായിട്ടുള്ള ഒരു ഒരുക്കമുണ്ട്. തീർച്ചയായിട്ടും മീനൻ രാശിക്കാർക്ക് ഒരു നല്ല കാലം വരുന്നതിൻ്റെ ലക്ഷണമുണ്ട്. 3-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായി കുറച്ച് അലച്ചിൽ കഷ്ടപ്പാടുകളൊക്കെ ഉള്ളതുകൊണ്ട്
എടുത്തുകൊണ്ട് അവരുടെ രാശിനാഥനായ വ്യാഴത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, വിഷ്ണു അഷ്ടോത്തരം ചൊല്ലുക. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ ദാനം ചെയ്യുന്നതും ഗുരുക്കന്മാരെ വന്ദിക്കുന്നതും ഗുരുക്കന്മാരുമായിട്ട് പ്രഭാഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും ക്ഷേത്രകാര്യങ്ങളിലോ അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഇടപെടുന്നതും മാർഗനിർദ്ദേശം നൽകുന്നതുമൊക്കെ നന്നായിരിക്കും. കുടുംബത്തിലൊക്കെ ഒരു നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കുടുംബപരമായ കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നതിനൊക്കെ ഇവർക്ക് സാധിക്കും. അതിനുള്ള ഒരു കാലം കൂടിയാണ് ഇത്. ഈ കന്നിമാസം 27 നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ലതായി തീരട്ടെ. സമ്പത്ത് സമൃദ്ധിയും ഐശ്വര്യവും ഈ നവരാത്രി വരുന്ന ഈ മാസത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.